മനോജ് ഡ്രീം വ്ളോഗ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് പറയാൻ പോകുന്നത് സാധാരണക്കാർക്കും ചേരാൻ പറ്റിയ ചിട്ടി എങ്ങനെയാണ് എന്നുള്ളതാണ് ഞാനിന്ന് പറയുന്നത്. അപ്പോൾ 5000 വെച്ച് 40 മാസം തുടങ്ങുന്ന 2 ലക്ഷം രൂപയുടെ ചിട്ടിയുണ്ട്. അത് നമ്മൾ സാധാരണക്കാർക്കും ചേരാം. ഇപ്പോൾ നമ്മുടെ വീടിൻ്റെ പരിസരത്താണെങ്കിലും ഇല്ലെങ്കിൽ നമ്മൾക്ക് ചെറിയ ചെറിയ എന്തെങ്കിലും കാര്യങ്ങൾ നിറവേറ്റാനാണെങ്കിലും 5000 വെച്ച് 40 മാസം തുടങ്ങുന്ന 2 ലക്ഷം രൂപയുടെ ചിട്ടി ചേരുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ചെറിയ ചെറിയ കടങ്ങൾ വീട്ടാനും അതേപോലെ തന്നെ ചെറിയ ചെറിയ ആവശ്യങ്ങൾ നടപ്പിലാക്കാനും അതേപോലെ തന്നെ നിങ്ങൾക്കൊരു വീടൊക്കെ പണിയാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ വീടിൻ്റെ അടിത്തറ പണിയുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ചെറിയ ചെറിയ ബിസിനസ് പരമായിട്ട് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ചെറിയൊരു ഷോപ്പ് തുടങ്ങുക, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് ചേരാൻ പറ്റിയ ചിട്ടിയാണ് 5000 വെച്ച് 40 മാസം തുടങ്ങുന്ന 2 ലക്ഷം രൂപൻ്റെ ചിട്ടി. ആ ചിട്ടി എന്താണ് ഗുണം ചോദിച്ചാൽ, അതായത് നമ്മൾക്ക് ചെറിയ അടവേ വരുന്നുള്ളൂ, അതേപോലെ തന്നെ കിട്ടുന്ന സമയത്ത് വലിയ തരക്കേടില്ലാത്തൊരു തുക കിട്ടുകയും ചെയ്യും. കാരണം ഈ ചിട്ടിയിൽ ഫസ്റ്റ് തുടങ്ങുന്ന മാസം തന്നെ വിളിക്കാൻ അത്യാവശ്യം ഒരു 10-15 മാസം വരെയൊക്കെ അത്യാവശ്യം താഴ്ത്തി വിളിക്കാൻ ഒരുപാട് ആളുകൾ ഉണ്ടാവും. അതിനുശേഷം ഒരു 15 അല്ലെങ്കിൽ 20 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അധികം വിളിക്കാൻ ആളുകൾ ഉണ്ടായില്ല. അപ്പം നമ്മൾക്ക് 2 ലക്ഷത്തിൻ്റെ ചിട്ടിയൊക്കെ ഒരു 1,70,000 ഇല്ലെങ്കിൽ ഒരു 1,80,000 ഒക്കെ കിട്ടാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് സാധാരണക്കാരുടെ ചിട്ടി എന്ന് പറയാൻ കാരണം. ഇപ്പം നമ്മുടെ വീട്ടിൻ്റെ പരിസരത്തൊക്കെ ആണെങ്കിൽ നമ്മൾ ചെറിയ ചെറിയ എമൗണ്ടുകളൊക്കെ കടമെടുക്കും. അതായത് ഇപ്പോൾ 10,000 ആണെങ്കിലും ഇല്ലെങ്കിൽ 20,000 രൂപ ഇല്ലെങ്കിൽ 30,000 അങ്ങനെ ചെറിയ ചെറിയ എമൗണ്ടുകൾ നമ്മൾ കടമെടുക്കുന്ന സമയത്ത് ഒരു 10 ആളുടെ അങ്ങനെ കടമെടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ 1 ലക്ഷം അല്ലെങ്കിൽ 1.5 ലക്ഷം രൂപയൊക്കെ അത് കടമായി മാറിയിട്ടുണ്ടാകും. പക്ഷെ നമ്മൾ അറിയില്ല. കാരണം എന്താ വെച്ചാൽ പല ആൾക്കാരുടെ ചെറിയ ചെറിയ എമൗണ്ട് മേടിക്കുന്ന കാരണം നമ്മൾ അത് എന്താ പറയുക കുറിച്ച് നമ്മൾ ചിന്തിക്കില്ല. നമ്മൾ ലാസ്റ്റ് നോക്കുന്ന സമയത്താണ് ഇത്രയും രൂപ നമ്മൾ കടം മേടിച്ചിട്ടുണ്ടെന്ന് നമ്മൾ ചിന്തിച്ചു പോകുന്നത്. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ആരും വെറുതെ ക്യാഷ് തരില്ലല്ലോ. അവർ ചെറിയൊരു പലിശയും മേടിച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് അങ്ങനെ ക്യാഷ് തരാൻ സാധ്യതയുള്ളത്. അപ്പം അങ്ങനെ ഇല്ലെങ്കിൽ നിങ്ങൾ ഈ ലോക്കൽ ഫണ്ടുകളൊക്കെ ഉണ്ടാകും, ചെറിയ ചെറിയ ലോക്കൽ പരിസരത്തൊക്കെ ഫണ്ടുകളൊക്കെ ഉണ്ടാകും. അപ്പോൾ അതിനൊക്കെ ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾ അങ്ങനെ ക്യാഷ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആഴ്ചയിലോ അല്ലെങ്കിൽ മാസത്തിലോ ആ എടുക്കുന്ന തുകയ്ക്ക് ഒരു പലിശ കൊടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ പലിശ കൊടുക്കുന്ന സമയത്ത് ലാസ്റ്റ് നോക്കുന്ന സമയത്ത് നമ്മൾ എടുത്ത ക്യാഷ് എത്രയാണോ അതിൻ്റെ ഡബിൾ ചിലപ്പോൾ നമ്മൾ പലിശയായിട്ട് കൊടുത്തിട്ടുണ്ടാകും. നമ്മളത് ശ്രദ്ധിക്കില്ല. കാരണം അത് നമ്മളിങ്ങനെ മാസം അടച്ചു കൊടുക്കുന്നത് നമ്മളത് ശ്രദ്ധിക്കില്ല. അതേ സ്ഥാനത്ത് നിങ്ങൾ ഒരു 5000 വെച്ച് 40 മാസത്തെ ചിട്ടിയൊക്കെ ചേരുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ചെറിയ ചെറിയ കടങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് ഈ ചിട്ടി നിങ്ങൾക്ക് വിളിച്ചെടുത്ത് നിങ്ങളുടെ കാര്യങ്ങൾ നിറവേറ്റാൻ കഴിയും. അതുപോലെ തന്നെ നിങ്ങളൊരു വീട് പണിയാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വീടിൻ്റെ അടിത്തറയൊക്കെ നിങ്ങൾക്ക് പണിയാൻ പറ്റും. ഒരു 600 സ്ക്വയർ ഫീറ്റോ അല്ലെങ്കിൽ 700 അല്ലെങ്കിൽ 800 അത് നിങ്ങളുടെ സാഹചര്യം എങ്ങനെയാണ്, നിങ്ങൾക്ക് എത്ര സ്ക്വയർ ഫീറ്റിൻ്റെ വീട് പണിയാൻ കഴിയും അതിനനുസരിച്ച് നിങ്ങൾക്ക് തറയൊക്കെ ഒരു 2 ലക്ഷത്തിൻ്റെ ചിട്ടിയൊക്കെ ചേർന്ന് വിളിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറിയ തറയൊക്കെ ആ ക്യാഷ് കൊണ്ട് നിങ്ങൾക്ക് പണിയാൻ സാധിക്കും. അപ്പം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ തറപ്പണി കഴിഞ്ഞു, പിന്നെ അതിൻ്റെ മുകളിലേക്ക് പടവ് വയ്ക്കലാണ്, കല്ല് കെട്ടലാണ്. അപ്പോൾ അതിന് വേറെ ഇപ്പോൾ ഇതിൻ്റെ ചിട്ടിയൊക്കെ അടച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിനായിട്ടൊരു വേറൊരു ചിട്ടി ചേർന്ന് കഴിഞ്ഞാൽ വീട് എന്ന് പറയുന്നത് എല്ലാവരുടെ ഒരു സ്വപ്നമാണ്. അപ്പോൾ നിങ്ങൾക്കത് ഘട്ടങ്ങളായിട്ട് നിങ്ങൾക്ക് ആ വീട് പണി പൂർത്തീകരിക്കാൻ കഴിയും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ ചിട്ടി കൊണ്ട് വേറെ പല കാര്യങ്ങളും നിങ്ങളുടെ അത്യാവശ്യം എന്തെങ്കിലും സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് വരിക, അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ ഈ ക്യാഷ് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയും. അപ്പം നിങ്ങൾക്ക് എന്താണ് വലിയ ഈ നാട്ടിൻപുറത്തു നിന്നും അധികം പലിശ എടുക്കാതെ ആകുമ്പോൾ നിങ്ങൾക്ക് വലിയ ബാധ്യത ഉണ്ടാവില്ല. അപ്പം നിങ്ങളുടെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ടും പോകും. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, അതേപോലെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നല്ല നല്ല വീഡിയോകൾ ഇടുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ആ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയണമെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ആ ബെൽ ബട്ടൺ കൂടി അമർത്തുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തിച്ചേരും. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. കാരണം നിങ്ങൾക്ക് എന്തായാലും ഒരു നഷ്ടം ഉണ്ടാവില്ല. കാരണം SFയുമായി ബന്ധപ്പെട്ട് ഞാൻ നല്ല നല്ല പല വീഡിയോകളും എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് അതൊരു ഉപകാരപ്പെടും. അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ.